ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കും. അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും മേയർ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ രംഗത്ത്. നീതി നിഷേധമാണ് നടന്നത്. ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമല്ല. പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നത് പരിഭ്രാന്തി പരത്തി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം സഞ്ചാരികൾ പുഴയിൽ കുടുങ്ങി. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം പുഴയിലേക്ക് ഒഴുക്കിയതായി പരാതി. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലികൾ പ്രവർത്തനരഹിതം. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം രൂക്ഷം. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങളിലെയും വഴിപാട് കൗണ്ടറിലെയും പണം കവർന്നു. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. നെടുപുഴയിൽ ബസ് ഉടമ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വട്ടപ്പിന്നിയമ്മ എന്ന ബസിന്റെ ഉടമയും കണ്ടക്ടറുമായ മനോജ് ബാബുവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. അധിക നികുതി വിഷയത്തിൽ കോർപ്പറേഷന്റെ ആദ്യ കൌൺസിലിൽ തന്നെ തീരുമാനമെടുത്ത് സർക്കാരിന്റെ അനുമതിയോടെ ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ മേയർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും അറിയിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മേയറും ഡെപ്യൂട്ടി മേയറും. 50 വർഷത്തെ നഗരവികസനം മുന്നിൽ കണ്ടുള്ള വികസന കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ അറിയിച്ചു. കോർപ്പറേഷന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. നഗരത്തിലെ തകർന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കും. KSRTC റോഡ് പുതുവത്സര സമ്മാനമായി ജനുവരി 6-ന് തുറന്നു നൽകും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഷെൽട്ടർ സ്ഥാപിക്കുമെന്നും ABC പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും മേയർ പറഞ്ഞു. ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കും. നഗര സൗന്ദര്യവൽക്കരണം ഗൗരവമായി എടുത്ത് മുന്നോട്ടു പോകും. സ്ത്രീകൾക്കായി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ പിങ്ക് വാഷ്റൂം സ്ഥാപിക്കും. MG റോഡ് വികസനം ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കും. മേയർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പൂച്ചെണ്ടുകളോ ഷാളുകളോ സ്വീകരിക്കില്ല. അതിന് ചിലവാകുന്ന തുക ഡയാലിസിസ് രോഗികൾക്ക് നൽകാനായി മേയർ റിലീഫ് ഫണ്ടിലേക്ക് കൈമാറണമെന്നും ഡോക്ടർ നിജി ജസ്റ്റിൻ ആവശ്യപ്പെട്ടു. നഗരത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മുൻഗണനയിലുള്ള കാര്യം. തൃശൂർ അറ്റ് 2075 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. തെരുവ് നായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ ഉണ്ടാക്കും. തെരുവ് നായ്ക്കളുടെ ABC പദ്ധതി അത് കാര്യക്ഷമമായി നടപ്പിലാക്കും. മേയർ പങ്കെടുക്കുന്ന പരിപാടികളിൽ യാതൊരു തരത്തിലുള്ള പൂച്ചെണ്ടോ പൂവോ ഷാളോ മെമന്റുകളോ ഒന്നും നമുക്ക് ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം ആ ഒരു തുക കൊണ്ട് നമ്മൾ ഡയാലിസിസ് രോഗികൾക്ക്, കീമോതെറാപ്പി വേണ്ടിവരുന്ന രോഗികൾക്ക് മേയേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. മേയർ സ്ഥാനം ടേമായി നിശ്ചയിച്ചിട്ടില്ല. നേതൃത്വം പറഞ്ഞാൽ അപ്പോൾ സ്ഥാനം ഒഴിയുമെന്നും പണപ്പെട്ടി വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും നിജി ജസ്റ്റിൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതുമായി മുന്നോട്ടു പോകുമെന്ന് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് പറഞ്ഞു. മുൻകൂർ അനുമതി കൊടുത്ത കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലുള്ള കോർപ്പറേറ്റ് സാമ്പത്തിക സ്ഥിതി അത്ര സുഖകരമായ സാമ്പത്തിക സ്ഥിതിയിൽ കണക്കെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തിക അവസ്ഥയെ പറ്റി കൃത്യമായി പഠിച്ച് കൃത്യമായി ധവളപത്രം ഇറക്കി അത് കൗൺസിൽ മുമ്പാകുകയും ജനങ്ങൾക്ക് മുമ്പാകുകയും കൃത്യമായി തന്നെ അവതരിപ്പിക്കും. തുടരേണ്ട പദ്ധതികളൊക്കെ തന്നെ അത് തുടർന്നു പോകും. നാടിന് ഗുണകരമായ ഒരു പദ്ധതി നമ്മളിപ്പോൾ നിർത്തിയായിട്ട് ഇനി അതിനെന്താണ് പൂർത്തീകരിക്കാൻ നടപടിയിലേക്ക് കടക്കും. പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, കൃഷ്ണകുമാർ ആമലത്ത് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.
പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ രംഗത്ത്. തന്നെ പുറത്താക്കാനുള്ള കാരണം അറിയില്ലെന്ന് വർഗീസ് ചൊവ്വന്നൂർ പ്രതികരിച്ചു. പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. നീതി നിഷേധമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPIയുമായി കൂട്ടുചേർന്ന് ഭരണം നേടിയതിനെ തുടർന്ന് വർഗീസ് ചൊവ്വന്നൂരിന് DCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. വർഗീസിന്റെ ഭാര്യ സബറ്റയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മനുഷ്യാവകാശ സംരക്ഷണ സംഘടന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കണമെന്നാണ് ആവശ്യം. മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ സഖ്യം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ കോൺഗ്രസ് മെമ്പർമാർക്ക് അന്ത്യശാസനവുമായി തൃശൂർ DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നിലപാട് അറിയിച്ചിരുന്നു. 8 അംഗങ്ങളും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നൽകിയ മുന്നറിയിപ്പ്. രാജിവെക്കാനില്ലെന്ന് പുറത്താക്കിയ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറഞ്ഞു. നിലവിലെ പ്രതിസന്ധിയിൽ KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുമെന്നും TM ചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. CPI മാള മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന EK അനിലൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CMPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. നിരവധി പേർ തന്നോടൊപ്പം CMPയിൽ ചേരുമെന്ന് അനിലൻ അറിയിച്ചു. CPMന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി CPI നേതാക്കൾ തങ്ങൾക്ക് നേരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. CMP നേതാക്കളായ PR.N. നമ്പീശൻ, വികാസ് ചക്രപാണി, ജയ്സിംഗ് കൃഷ്ണൻ, PV മനോജ് കുമാർ, മിനി രമേശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നത് പരിഭ്രാന്തി പരത്തി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തായിരുന്നു സംഭവം. പുഴയിൽ കുടുങ്ങിയ സഞ്ചാരികളെ നാട്ടുകാരാണ് രക്ഷിച്ചത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നാണ് അതിരപ്പള്ളിയിലേക്ക് വെള്ളമെത്തുന്നത്. മുന്നറിയിപ്പില്ലാതെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കുന്നത് പതിവില്ല. ജില്ലാ ഭരണകൂടം ഡാമിൽ നിന്ന് അധിക ജലം ഒഴുകാൻ നിർദ്ദേശം നൽകിയിരുന്നില്ല. ഡാമിന്റെ വാൽവുകളൊന്നും തുറന്നിട്ടില്ലെന്ന് ഡാം എഞ്ചിനീയർ അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുകിയത് എങ്ങനെയാണ് പരിശോധിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലികൾ പ്രവർത്തനരഹിതം. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം രൂക്ഷം. തോട്ടം മേഖലയായ നായാട്ടുകുണ്ട്, ചൊക്കന, കുണ്ടായി, പാലപ്പള്ളി പ്രദേശങ്ങളിലേക്കുള്ള റോഡിൽ പലയിടത്തും കാട്ടുപോത്ത്, കാട്ടാന തുടങ്ങിയ വന്യജീവികൾ ഇറങ്ങുന്നത് തോട്ടം തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും ഇവിടെ കാട്ടാനകൾ വിഹരിക്കുകയാണ്. പലയിടത്തും വനാതിർത്തിയിലുടനീളം സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ തകർന്നു കിടക്കുകയാണ്. തകർന്ന ഭാഗങ്ങളിൽ സോളാർ വേലി അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം വന്യജീവികൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. വെള്ളിക്കുളങ്ങരയ്ക്കും നായാട്ടുകുണ്ടിനുമിടയിൽ പഴയ ഫോറസ്റ്റ് റാംവേയുടെ ഭാഗമായുള്ള ഗുഹ എന്നറിയപ്പെടുന്ന ഭാഗത്ത് സോളാർ വേലി തകർന്നിട്ട് നാളുകളേറെയായി. ഇത് ഫെൻസിങ് നോക്കാൻ സ്ഥിരം ഫോറസ്റ്റുകാരെ വരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോണതാണ്. ഇവിടെ കാട്ടുപോത്ത്, ആന ഏകദേശം മിക്ക ദിവസങ്ങളിലും ഈ പരിസരത്തുണ്ട്. ഈ ഫെൻസിങ്ങിന്റെ കാല് വിട്ട് ഊരി കട്ടി കളഞ്ഞിട്ട് ഇതുവരെ അത് നേരെയാക്കാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ഈ റോഡിലൂടെയാണ് തോട്ടം തൊഴിലാളികൾ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ പോകുന്നതും അതുപോലെ മറ്റു ജോലികൾക്ക് വേണ്ടി പോയിട്ട് രാത്രി ചിലപ്പോൾ 8 മണി, 9 മണി, 10 മണി നേരത്തൊക്കെ ഉപജീവനത്തിന് വേണ്ടി പോയിട്ട് വരുന്ന ആളുകൾ ഈ റോട്ടിൽ കൂടെ പോകുന്നതാണ്. ഇതിങ്ങനെ നശിപ്പിച്ച കാരണം കൊണ്ട് മിക്ക ദിവസവും വന്യമൃഗങ്ങള് റോട്ടിലാണ്. ആന, മറ്റു മൃഗങ്ങളൊക്കെ റോട്ടിലുണ്ട്. പല ആളുകളെയും മൃഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ചൊക്കന എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾ പുലർച്ചെ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ ഭാഗത്ത് പലപ്പോഴും യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകാറുണ്ട്. കാരിക്കടവ് ആദിവാസി ഉന്നതി, ചൊക്കന, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ റോഡിലൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. മുപ്ലിയിലടക്കം പല ഭാഗത്തും ഹാരിസൺ തോട്ടത്തിലൂടെ കടന്നു പോകുന്ന റോഡിലും സോളാർ വേലിയില്ല. യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് തകർന്ന സോളാർ വേലികൾ അറ്റകുറ്റപ്പണി നടത്തി വന്യജീവികളെ പ്രതിരോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു.
സൈക്കിളിലാണ് മോഷ്ടാവെത്തിയത്. നടപ്പുരയിലെ ഭണ്ഡാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി പണം കവർന്ന ശേഷം ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്. വഴിപാട് കൗണ്ടറിലെ അലമാര തകർത്താണ് പണം കവർന്നത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെടുപുഴയിൽ ബസ്സുടമ ബസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഇന്ന് രാവിലെ 6 മണിക്ക് നെടുപുഴ പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. വട്ടപ്പിന്നിയമ്മ എന്ന ബസ്സിന്റെ ഉടമയും കണ്ടക്ടറുമായ മനോജ് ബാബുവാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. 53 വയസ്സായിരുന്നു. ബസ് സർവീസ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉടൻ തന്നെ ബസ് എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വൈദ്യുതി പ്രവഹിപ്പിച്ച് മീൻ പിടിക്കുന്നതിനിടയിൽ ഒഡീഷ സ്വദേശി ഷോക്കേറ്റ് മരിച്ചു. എരവത്തൂരിലെ പശുഫാമിലെ തൊഴിലാളിയായ 32 വയസ്സുള്ള അജിത് പന്നയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരുന്നു. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ഓട്ടൻതുള്ളൽ, അക്ഷരശ്ലോക സദസ്സ്, രാത്രി 9 ഏകാദശി വിളക്കാചാരം എന്നിവ നടക്കും. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക്. ആയുർവേദ സ്വരൂപനായ ധന്വന്തിരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യ ഔഷധമായ മുക്കുടി സേവിക്കുവാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ നിർമ്മാല്യ ദർശനം, സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം, സംഗീതാർച്ചന എന്നിവ നടന്നു. പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പ്രഗത്ഭരായ സംഗീതജ്ഞർ പങ്കെടുത്തു. വൈകിട്ട് 6 ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, 7 ഭക്തിഗാനസുധ, രാത്രി 10 ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ആഘോഷ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്രമുപദേശക സമിതിയും നടത്തിയിട്ടുള്ളത്. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പ്രസാദൂട്ടിലും വൻ തിരക്ക്. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും ഗോതമ്പ് പാൽപായസവുമാണ് പ്രസാദൂട്ടിലെ വിഭവങ്ങൾ. വിനായക കേറ്ററിംഗ് ഉടമ വിയൂർ ഗണേഷ് സ്വാമിയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. 31 വർഷമായി പ്രതിഫലം ആഗ്രഹിക്കാതെ വഴിപാടായാണ് പാചകം ചെയ്യുന്നത്. മുപ്പത്തൊന്നാമത്തെ കൊല്ലമാണത്. രസകാളൻ, പുഴുക്ക്, ഗോതമ്പ് ചോറ്, പായസം 2ാം തവണയാണ് പായസം. 10,000-ൽ മീതെയാണ് കണക്കാക്കിയിരിക്കുന്നത്. എല്ലാം ഇപ്രാവശ്യം 500 സീറ്റോളം 200 പേർക്ക് കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രസാദൂട്ടിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. മെമ്പർ സുരേഷ് ബാബു, കമ്മീഷണർ ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പാട് പുള്ളിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന ആൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 2,240 രൂപ കുറഞ്ഞ വില 99,880 രൂപയിലെത്തി. ഗ്രാമിന് 12,485 രൂപയാണ് ഇന്നത്തെ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില പവന് ചരിത്രത്തിലാദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ നടക്കും. പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് കടുവയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രദേശവാസിയായ രാഹുലാണ് പഞ്ചായത്ത് അംഗം സീന വർഗീസിനെയും വനം വകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ M ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. എന്നാൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല.
കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുമൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. റോഡിന്റെ പല ഭാഗങ്ങളിലും പൊടിശല്യം രൂക്ഷമാകുകയും മൺകൂനകൾ വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിക്കും കോൺട്രാക്ടർക്കും MLA നിർദ്ദേശം നൽകി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കറിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, പ്രജീന റഫീഖ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അത് പരിഹരിക്കണം. ഒപ്പം തന്നെ നടക്കുന്നതാണ് ആളുകൾക്ക് പരമാവധി ചെറിയ പ്രശ്നം. കവിയും എഴുത്തുകാരിയുമായ E. സുമതിക്കുട്ടി ടീച്ചറുടെ പുതിയ കവിതാ സമാഹാരം അടിയാളത്തോറ്റം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങ് മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി MD രത്നമ്മ പുരസ്കാരം പ്രകാശനം ചെയ്തു. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ആദ്യ പ്രതിഭ ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ K. രഘുനാഥൻ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, പ്രൊഫസർ KK സുലോചന, മാധവിക്കുട്ടി, P. സുധീർ, മിഥുൻ മനോഹർ, മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസ്, സൂര്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറവും സാഹിതി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് അന്നമ്മനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി KK രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, അന്നമ്മനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ്, വൈസ് പ്രസിഡന്റ് PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതുവർഷത്തോടനുബന്ധിച്ച് പരിസരം നിർമ്മലം എന്ന പേരിൽ ശുചീകരണം നടത്തുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 1 കൌൺസിലർ VS അശ്വതി നിർവഹിക്കും. ഭാരവാഹികളായ ഫ്രാൻസൻ മൈക്കിൾ, PK മുരളീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും തെരുവ് നാടകവും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ സ്മിത P. ജോസ്, പ്രോഗ്രാം ഓഫീസർ KN സോന, അധ്യാപിക ഷെറിൻ ജോജോ, NSS ലീഡർമാരായ സന ഫാത്തിമ, ആൻവി വിജോ എന്നിവർ നേതൃത്വം നൽകി. വരും തലമുറയ്ക്ക് പ്രചോദനമായി മാറുകയാണ് വെള്ളപ്പായ സ്വദേശി അതുൽ ആരംഭിച്ച ചൂട് എന്ന സംരംഭം. ഇന്ന് ഒരു ചൂട് സ്റ്റാർട്ടപ്പ് വിശേഷമായാലോ. ഒരു 22 വയസ്സുകാരന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ചൂട്. എന്താണ് ചൂടെന്നും എങ്ങനെയാണ് ആശയത്തിലേക്ക് എത്തിയതെന്നും അതുലിനോട് തന്നെ ചോദിച്ചറിയാം. ചൂട് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ടീ കപ്പാണ്. ഇൻസ്റ്റന്റ് ടീ കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലേവേഴ്സ് ഉണ്ട്. ചായ, കാപ്പി, ചുക്കാപ്പി, ഗ്രീൻ ടീ, അങ്ങനെ കുറച്ചധികം ഫ്ലേവേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ചായയാണോ കാപ്പിയാണോ ചുക്കാപ്പിയാണോ ഏതാണോ വേണ്ടത്, അതിൻ്റെ ഗ്ലാസ് എടുക്കുക, ജസ്റ്റ് ചൂടുവെള്ളം ഒഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചായ അവിടെ ഉണ്ടാവും, കാപ്പി അവിടെ ആവും. ലോൺ എടുത്തു തുടങ്ങിയ സംരംഭത്തിന് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് 22-കാരനായ അതുലിന് ശക്തിയായത്. ഒറ്റമുറി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ ഇപ്പോൾ ഒരു മാസം 30,000 മുതൽ 40,000 വരെ കപ്പുകളാണ് നിർമ്മിക്കുന്നത്. തുടക്കകാലത്ത് പരിചയമില്ലാത്ത മേഖലയായതിനാൽ ചില വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അമ്മയുൾപ്പെടെ 3 പേരാണ് സഹായത്തിനുള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് മാർക്കറ്റിംഗ്. നിലവിൽ കാപ്പി, ചായ, ചുക്കുകാപ്പി എന്നിവയ്ക്കൊപ്പം പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്, ലെമൺ ടീ, ഗ്രീൻ ടീ എന്നിവയും വിപണിയിലെത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ പുതിയൊരു പ്രീമിയം ഡ്രിങ്ക് കൂടി ലോഞ്ച് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതുൽ. ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്കുമാണ് പ്രധാനമായും വിതരണം ചെയ്യുന്നത്. നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ഗോഡൌണിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണിപ്പോൾ. മാനുഫാക്ചറിംഗ് ഇപ്പോൾ കറന്റ് ഇപ്പോൾ ഒരു സെമി മാനുവൽ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളായാലും ഉണ്ടാക്കി കഴിഞ്ഞ ഒരു മെഷീനിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഗോഡൌൺ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് മാറി കുറച്ചുകൂടി പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണമെന്നാണ്. സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക്
ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് അതുൽ പറയുന്നു. കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ അതുലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ കൃഷ്ണകുമാറിനോടൊപ്പം സൂര്യശങ്കരനാരായണൻ. സഹോദരിമാരായ സ്മിത പൗലൂസും സരിത കുണ്ടുകുളവും ചേർന്ന് രചിച്ച മിസ്റ്റിക്കൽ മെലഡീസ് എന്ന നോവലിന്റെ പ്രകാശനം ബുധനാഴ്ച ഏനാമാവിൽ നടക്കും. വിഷാദരോഗം ബാധിച്ച് മരണമടഞ്ഞ പിതാവിന്റെ ഓർമ്മയ്ക്കായാണ് നോവൽ സമർപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥകർത്താക്കളായ സ്മിത പൗലൂസ്, സരിത കുണ്ടുകുളം, ജഗൻ ഗോപിനാഥ്, PK സ്മിജ, M അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. മഹാകവി കുമാരനാശാനെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ ഡോക്യുമെന്ററിയുടെ പ്രദർശനം ജനുവരി 4 തൃശൂർ രവികൃഷ്ണ തിയേറ്ററിൽ നടക്കും. സുലൈമാൻ കക്കൂടി രചനയും ഡോക്ടർ M പ്രദീപൻ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. ഡോക്ടർ M ജ്യോതിരാജാണ് നിർമ്മാണം. 52 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ പ്രദർശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ചെറിയാൻ ജോസഫ്, ഡോക്ടർ M ജ്യോതിരാജ്, ഡോക്ടർ M പ്രദീപൻ, VS ഗിരീശൻ, M രാഗേഷ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന അധ്യാപക രക്ഷകർത്താ സംഘടനയുടെ 10ാമത് വാർഷികം ആഘോഷിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന പരിപാടി മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ VG തമ്പി അധ്യക്ഷത വഹിച്ചു. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം K സച്ചിദാനന്ദന് മന്ത്രി R ബിന്ദു സമർപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ദേശീയ അധ്യാപക വകുപ്പിലെ മലയാള സാഹിത്യത്തിൽ സമയമല്ല ഇത്. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 1 തൃശൂരിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കും. തെക്കേ ഗോപുരനടയിൽ രാവിലെ 10 മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ റാലിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന ചടങ്ങ് തൃശൂർ ജില്ലാ ലീഗ് സർവീസ് അതോറിറ്റി സെക്രട്ടറി സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട, സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ, PA തോമസ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ വസന്തം എന്ന പേരിൽ സമകാലീന നോവൽ സാഹിത്യ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് V ഷിനിലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. നോവലിസ്റ്റുകളായ ഡോക്ടർ C ഗണേഷ്, നിവേദിത മാനഴി, എഴുത്തുകാരനായ സുനിത വിൽസൺ, VF ബാബു, അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് സീസണിലെ ആദ്യ കടലാമ മുട്ടയിടാനെത്തി. തിങ്കളാഴ്ച രാത്രിയിലാണ് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ വേലിയേറ്റത്തിലുണ്ടായ മണൽത്തിട്ടയിൽ കടലാമ മുട്ടയിടാനെത്തിയത്. സാംസ്കാരിക പ്രവർത്തകരായ ഹസീബ്, മെഹറൂഫ്, ആഷിഖ്, ജലാൽ എന്നിവർ അറിയിച്ചതിനെ തുടർന്ന് സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ PA സെയ്ദു മുഹമ്മദ്, PA നസീർ, KS ഷംനാഥ് തുടങ്ങിയവർ ചേർന്ന് മുട്ടകൾ പുത്തൻ കടപ്പുറം സൂര്യ കടലാമ ഹാച്ചറിയിലേക്ക് മാറ്റി. 100ഓളം മുട്ടകൾ ഉണ്ടായിരുന്നു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് കൊടിയേറി. മേൽശാന്തി അനീഷ് കൈലാസം പൂജ കഴിച്ച കൊടിമരം ദേശക്കാർ നാട്ടി. ജനുവരി 27 ഭരണിവേല. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആദരണ സന്ധ്യ മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. വേദജ്യോതിഷ്യ പണ്ഡിതൻ ബേള പത്മനാഭ ദശർമാർക്ക് ആചാര്യശ്രേഷ്ഠ പുരസ്കാരവും ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൽ അസീസിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും നൽകി ആദരിച്ചു. തുടർന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന 17ഓളം സംഘടനകൾക്ക് കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് നൽകി വരാറുള്ള ധനസഹായ വിതരണവും നടന്നു. തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യ ദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ബാൻഡും അരങ്ങേറി.
തൃക്കൂർ സ്വദേശി വിൽസൺ പഞ്ചായത്ത് ഓഫീസിൽ പാടിയ പാട്ട് വൈറലായി. ഗായകൻ MG ശ്രീകുമാർ പാട്ട് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. തൃക്കൂർ ആദൂർ സ്വദേശി പറമ്പൻ വിൽസൺ ഇപ്പോൾ നാട്ടിൽ മാത്രമല്ല പുറംനാട്ടിലും തരംഗമാണ്. സംഗീതം ചെറുപ്പം മുതലേ വിൽസന് ജീവനായിരുന്നു. സംഗീതം പഠിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ വീട്ടിലെ കഷ്ടപ്പാടുകൾ മൂലം എല്ലാം പാതി വഴിയിൽ നിലച്ചു. പ്രതിഭയെ തടഞ്ഞു നിർത്താൻ ഒരു കഷ്ടപ്പാടിനും കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് വിൽസൺ ഇപ്പോൾ. തൃക്കൂർ പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടനെ കാണാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയതായിരുന്നു വിൽസൺ. പരിചയക്കാരനായ പഞ്ചായത്ത് ജീവനക്കാരൻ ഹരിയുടെ ആവശ്യപ്രകാരം നിന്ന നിൽപ്പിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ വൈറലായത്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ ആത്മാവല്ലയോ കോവിലേ സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ ആത്മാവല്ലയോ കോവിലേ പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം. മറ്റൊരു ജീവനക്കാരനായ സുധീഷ് മൊബൈലിൽ പകർത്തിയ പാട്ട് താൽക്കാലിക ജീവനക്കാരി ജിത സുകുമാരൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. വിൽസന്റെ പ്രിയ ഗായകൻ MG ശ്രീകുമാറിന്റെ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന് ലക്ഷങ്ങൾ കാഴ്ചക്കാരായി ഇൻസ്റ്റഗ്രാമിൽ കുതിക്കുകയാണ്. പോരാത്തതിന് ഗായകൻ MG ശ്രീകുമാർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു. ചെറുപ്പത്തിലെ കേട്ടുവളർന്ന ഭക്തിഗാനങ്ങളാണ് വിൽസനെ സംഗീതത്തിലേക്ക് ആകർഷിച്ചത്. 15-ാം വയസ്സിൽ സംഗീതം പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനത തന്നെയായിരുന്നു കാരണം. പക്ഷേ വിൽസൺ തൃശൂർ ചക്കാമുക്കിലെ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായി 8 മാസമേ സംഗീത പഠനം തുടർന്നുള്ളൂ. ഇതിനിടെ സ്കൂൾ വിദ്യാഭ്യാസവും നിലച്ചിരുന്നു. 15 വയസ്സിൽ ചക്കാമുക്കിലെ വൈദ്യനാഥ ഭഗവതി എന്നെ സംഗീതത്തിലെ സരസ്വതിയിലെ പഠിപ്പിച്ച ബസ് മപദ സരി സദ പമ പരി മപദ മപ ദാപ മഗരി സരി മഗരി സരി ഗരി സ ശ്രീഗണനാഥ സിന്ദൂര വർണ്ണ കരുണ സാഗര കരിവദന ലംബോദരല കുമികര. അതിനുശേഷം എന്നാള് സരിഗമ പദനി സാനിദാപമഗരി സ്വരസാഹിതിട്ടാണ് എനിക്ക് ഈ പാട്ട് കേട്ടത്. സംഗീതമൊന്നും പഠിച്ചില്ല, വെറുതെ പഠിച്ചോളൂ. പക്ഷെ സരി സരി ഗമ രി ഗരി ഗമ പ ഗമ ഗമ പനി അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ തൊണ്ട സ്വാദം കിട്ടിയത്. അത് വീട്ടില് 5 കൊല്ലം സാധനം ചെയ്തിട്ടുള്ള ആളാണ്. 5 കൊല്ലം. തുടർന്ന് കുടുംബം പോറ്റാൻ ഓട്ടുകമ്പനി തൊഴിലാളിയായി. അപ്പോഴും സംഗീതത്തോടുള്ള പ്രേമം കൈവിട്ടില്ല. ഇതിനിടെ കല്ലൂർ കിഴക്കേപ്പള്ളിയിൽ 9 വർഷം ഗായകനായി. ചിറ്റിശ്ശേരി പള്ളിയിൽ 5 വർഷവും പാടി. കർണാടക ഹൊസൂരിലെ ഫ്രണ്ട്സ് മെലഡി ഓർക്കസ്ട്രയിൽ 2 വർഷം പാടി. തമിഴും കന്നഡയുമായിരുന്നു അന്ന് പാടിയിരുന്നത്. തമിഴിൽ SP ബാലസുബ്രഹ്മണ്യമാണ് വിൽസന്റെ ഇഷ്ടഗായകൻ. പ്രിയപ്പെട്ട ഗായകരെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും MG ശ്രീകുമാറിനെ നേരിൽ കാണണമെന്നാണ് വിൽസന്റെ വലിയ ആഗ്രഹം. ഭാര്യ രജിതയും മക്കളായ ജിംസൺ, ജസ്റ്റിൻ എന്നിവരോടൊപ്പം പഞ്ചായത്ത് അനുവദിച്ച പണി പൂർത്തിയാകാത്ത വീട്ടിലാണ് വിൽസന്റെ ജീവിതം. ചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. TCV ന്യൂസ്, പുതുക്കാട്. ഈർക്കിലികളാൽ നിർമ്മിച്ചിരിക്കുന്ന ചേർപ്പ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകോവിലിന്റെ മാതൃക വിസ്മയമാകുന്നു. അവനുശ്ശേരി തിരുവാഞ്ചിറക്കുളം റോഡിൽ താമസിക്കുന്ന മണികണ്ഠൻ വെന്നിക്കലാണ് ഈ മനോഹര മാതൃക ഒരുക്കിയിരിക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഗോൾഡ് അപ്രൈസറായ മണികണ്ഠൻ വെന്നിക്കൽ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയ ശേഷമാണ് 4 മണിക്കൂർ നീളുന്ന ശില്പനിർമ്മാണം. പെരുവന്നം ശ്രീകോവിൽ മാതൃക നിർമ്മിക്കുന്നതിനായി മൂപ്പെത്തിയ പഴുത്ത തെങ്ങോലയിൽ നിന്നാണ് ആവശ്യമായ ഈർക്കിലുകൾ ശേഖരിച്ചത്. ഈർക്കിലുകൾ ആവശ്യമായ അളവിൽ വെട്ടിയെടുക്കും.
ഈർക്കിലുകൾ പരത്തിയെടുത്ത് പശ ചേർത്തൊട്ടിച്ചാണ് മാതൃക നിർമ്മിച്ചത്. 1000-ഓളം ഈർക്കിലുകളാണ് നിർമ്മാണത്തിന് ആവശ്യമായി വന്നത്. 6 മാസമാണ് ശ്രീകോവിൽ മാതൃക നിർമ്മിക്കാൻ വേണ്ടി വന്നത്. ഈർക്കിലിയും പശ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന ശില്പം. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയാണത്. അതിൽ നിന്നും വിഭിന്നമായിട്ടുണ്ട്. അത് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു കോപ്പി അടിച്ച പോലെ ആവില്ലേ, അതിൽ നിന്നും ഡിഫറൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിനു മുൻപും മണികണ്ഠൻ ഈർക്കിൽ കൊണ്ട് മാതൃക തീർത്തിട്ടുണ്ട്. തൃപ്രയാർ സെന്ററിലെ ക്ഷേത്രം കവാടം സ്ഥാപിക്കും മുൻപേ അതിന്റെ മാതൃക മണികണ്ഠൻ വെന്നിക്കൽ സൃഷ്ടിച്ചിരുന്നു. നൂൽ ചുറ്റുന്ന കുഴൽ പരത്തി പശ ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ പ്രവേശന കവാടവും കലാമണ്ഡലം കൂത്തമ്പലവും മണികണ്ഠന്റെ വിസ്മയ മാതൃകാ ശില്പങ്ങളിൽപ്പെടുന്നതാണ്. ഭാര്യ ഷിജയും മകളും ആർക്കിടെക്റ്റായ മകൻ അഭിജിത്തും സഹോദരി ഷിനിയുമടക്കം മണികണ്ഠന് സഹായികളായി കൂടെയുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ പെരുവന്നം ക്ഷേത്രം ശ്രീകോവിൽ മാതൃക മണികണ്ഠൻ തന്നെ നിർമ്മിച്ച ചില്ലുപേടകത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 4ാമത്തെ ശില്പമാണെങ്കിലും ഒരു ശില്പവും വിൽക്കാൻ താല്പര്യമില്ലെന്ന് മണികണ്ഠൻ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള സഹനപ്പൂക്കൾ എന്ന ശുശ്രൂഷ ആചരിച്ചു. ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പോഴേലിപ്പറമ്പിൽ ദിവ്യബലി അർപ്പിച്ചു. ജെറുസലേം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. രോഗികളും ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബങ്ങളുമായി നിരവധി പേർ പങ്കുചേർന്നു. എന്നിൽ നിന്നും ദൂരെയകറ്റി ആനന്ദത്തിനാത്മമാരി ചൊരിഞ്ഞുകൊണ്ട് പെൺമേഘം തീർത്തു. പരീക്ഷണങ്ങൾ നീ വിജയിച്ചു, പ്രലോഭനങ്ങൾ അജയ്യനായി മുന്നേറി ശത്രുവിൻ. കൂനമൂച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല പരിധിയിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് സ്വീകരണം നൽകി. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വാർഡംഗം അനീഷ് ആന്റണി, കണ്ടാണശ്ശേരി പഞ്ചായത്ത് വാർഡംഗങ്ങളായ നിവ്യ റെനീഷ്, സാഫിറ അസീസ്, വിനു ജോൺസൺ എന്നിവർക്കാണ് സ്വീകരണമൊരുക്കിയത്. അനുമോദന യോഗം മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ ഒരാഴ്ചത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന ക്യാമ്പ് പ്രധാന അധ്യാപിക KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ റെജോ ജോസ് അധ്യക്ഷത വഹിച്ചു. പരിസര ശുചീകരണത്തോടെ ആരംഭിച്ച ക്യാമ്പ് പച്ചക്കറിത്തോട്ട നിർമ്മാണം പൂർത്തീകരിച്ചതാണ് അവസാനിപ്പിച്ചത്. ഇനി വാണിജ്യം. പേരാമംഗലം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച അഹല്യ ചൈൽഡ് കെയർ കണക്ട് കൂടെ എന്ന പീഡിയാട്രിക് കമ്മ്യൂണിറ്റി ടെലിമെഡിസിൻ പദ്ധതി തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുധീർ മടത്തിപ്പറമ്പിൽ പദ്ധതി പ്രഖ്യാപിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് KG സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BVP സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് KVക്ക് പദ്ധതിയുടെ പ്രിവിലേജ് കാർഡ് കൈമാറിയതോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. നഴ്സറി സ്കൂളുകൾ, ഡേ കെയർ സെന്ററുകൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ, അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ടാകുന്ന അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളിൽ സൗജന്യ ടെലിമെഡിസിൻ വഴി വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശം അധ്യാപകർക്ക് ഉടൻ ലഭ്യമാക്കുക എന്നതാണ് കൂടെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ചടങ്ങിൽ ഭാരവാഹികൾ വിശദീകരിച്ചു. മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും നിശ്ചിത സമയങ്ങളിൽ സൗജന്യമായി ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിൽ ഫോൺ വിളിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം നേടാം. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സൗജന്യ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനവും ലഭ്യമാക്കും. അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പ്രിവിലേജ് കാർഡ് ഉൾപ്പെടെ പ്രത്യേക ആരോഗ്യ ആനുകൂല്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. ഈ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടെ പദ്ധതിയുമായി സഹകരിക്കാവുന്നതാണെന്ന് അഹല്യ ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. അധികമായി പിരിച്ചെടുത്ത നികുതി ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും മേയർ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ രംഗത്ത്. നീതി നിഷേധമാണ് നടന്നത്, ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമല്ല, പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായ ജലനിരപ്പ് ഉയർന്നത് പരിഭ്രാന്തി പരത്തി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം സഞ്ചാരികൾ പുഴയിൽ കുടുങ്ങി. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം പുഴയിലേക്ക് ഒഴുകിയതായി പരാതി. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലികൾ പ്രവർത്തനരഹിതം. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം രൂക്ഷം. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങളിലെയും വഴിപാട് കൗണ്ടറിലെയും പണം കവർന്നു. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. നെടുപുഴയിൽ ബസ്സുടമ ബസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചു. വട്ടപ്പിന്നിയമ്മ എന്ന ബസിന്റെ ഉടമയും കണ്ടക്ടറുമായ മനോജ് ബാബുവാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.